നമ്മുടെ ഡ്യൂക്കിന്റെ എണ്ണ മുഴുവൻ ഒരു പറ്റിച്ച് നമുക്ക് എണ്ണ പോലും തരാതെ ഇത്രയും വലിയ എട്ടിന്റെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും നൈസായിട്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് വണ്ടി കൊണ്ടുവരണം. കുറച്ച് പരിപാടിയൊക്കെ എറണാകുളത്ത് ഉള്ളതുകൊണ്ട് ഓടിച്ചു കൊണ്ടുപോകാൻ സമയം കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച ഓടിച്ചിട്ട് കൊണ്ടുപോയി എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തലശ്ശേരിക്ക് വിട്ടിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. കാരണം ട്രെയിനിൽ കയറ്റി വിടുമ്പോൾ ഇടിച്ച് പൊളിയും എന്നൊക്കെ കുറെ പേര് പറയുന്നതായിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഓരോ കാര്യങ്ങൾ അത്രയും പൈസ മുടക്കി നമ്മൾ പണിതാണ് നമ്മുടെ ഡ്യൂക്കി കൂട്ടനെ. അപ്പോൾ എന്നാലും വണ്ടി കയറ്റി വിട്ട് ആരും തന്നെ പോയിട്ട് വണ്ടിക്ക് ടിക്കറ്റ് എടുക്കണം. 100 രൂപ വണ്ടീൻ്റെ ടിക്കറ്റ് എടുത്ത് വെച്ചു. അതിൽ എനിക്ക് വേണമെങ്കിൽ പോവാം. അത് കഴിഞ്ഞ് വണ്ടി പാർസൽ ചെയ്യാൻ വേണ്ടി ഏകദേശം 600 രൂപയാണ് റെയിൽവേയിൽ അടക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 600 രൂപ ഇവന്മാർ ചാർജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ മേടിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം 300 രൂപേൻ്റെ 3 ലിറ്റർ എണ്ണ അടിച്ച് വെച്ചപ്പോൾ ഇവന്മാർ എണ്ണ മുഴുവൻ പറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും എൻ്റെ എണ്ണ മുഴുവൻ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു എണ്ണ എനിക്ക് തന്നു വിടുമെന്ന്. എണ്ണ തന്നു വിടില്ല, റെയിൽവേ നിയമം അതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ 300 രൂപേൻ്റെ എണ്ണ ചാർജും കൂടെ കൂടിയിട്ട് 1600 രൂപ ഈ ട്രെയിൻ പാർസലാക്കാൻ വേണ്ടിയായി. അപ്പോൾ എന്നാലും നമ്മൾ നേരെ എറണാകുളത്തേക്ക് ഞാൻ വിട്ടു. എൻ്റെ പുറകെ തന്നെ വണ്ടി വന്നെന്ന് പറഞ്ഞു. വെളുപ്പിന് 3 മണിയായപ്പോൾ തന്നെ ഏകദേശം നമ്മൾ വേറെ നമ്മുടെ ചെങ്ങായിൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അവിടെ നമ്മുടെ വണ്ടി പാർസൽ ചെയ്ത് വന്നത് കാണാൻ പറ്റി. വേറെ വലിയ സീനൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. കാര്യം ഞാൻ പറഞ്ഞ 300 രൂപേൻ്റെ ടിക്കറ്റ് നിങ്ങൾ എല്ലാം കൂടെ 1600 രൂപ എൻ്റെ പാർസൽ ചെയ്യാൻ മേടിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റി ബാക്കിയാണ് അപ്പം പറഞ്ഞുതരാന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് ദൂരത്തര ഇവന്മാർ പറഞ്ഞു ഇവന്മാർക്കും എക്സ്ട്രാ 100 രൂപ കൂലി വേണം. റെയിൽവേയിൽ ഫുൾ അറക്കലാട്ടോ, ശ്രദ്ധിക്കണേ എല്ലാവരും എൻ്റെ പൊന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി പൊളിച്ച് ഞാൻ എടുത്തിട്ട് എണ്ണ വറ്റിച്ചുകൊണ്ട് 100 രൂപേൻ്റെ കുപ്പി എണ്ണയും മേടിച്ചിട്ട് അതുപോലെ ഒഴിച്ചിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയത്. കാരണം 400-500 രൂപേൻ്റെ എണ്ണ അവർ റെയിൽവേക്കാർ മുക്കി. ഒന്നും പറയേണ്ട, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് 400 രൂപേൻ്റെ എണ്ണ അടിച്ച് എന്നിട്ട് നമ്മുടെ ഡ്യൂക്കിൽ ഒരു തുണ്ടി എണ്ണ കാണുന്നില്ല. ഇനി ഒരു 500 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ മാത്രമാണ് ഒരു ഇച്ചിരിയെങ്കിലും എണ്ണ കാണുള്ളൂ. അതാണ് നമ്മുടെ KTMന്റെ നിയമം. കുഴപ്പമില്ല, ഇപ്പം വലിയൊരു കുടിയനാണ് ഞാൻ. കുടിയനല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു കുടിയൻ പോരും. അതുകൊണ്ടാണ് ഞാൻ വെള്ളോടിയും പരിപാടിയൊന്നും ഇല്ലാത്ത. അപ്പം ഞാൻ ഡ്യൂക്കിനും കിട്ടി ഹാപ്പിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ റൂമിലെത്തിയാണ് എൻ്റെ ട്രിമ്മർ എടുത്തിട്ട് വടിച്ച് കഴിഞ്ഞാൽ കൊറിയൻ പുണ്ടയാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ എപ്പോൾ നോക്കിയാലും ആടി മീശയില്ലാത്ത നിങ്ങളുടെ ഗ്രൂപ്പിലെ കൊറിയൻ പുണ്ടാൻ ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ.